അപ്പൊ ഈ പെരിന്തൽമണ്ണ നമുക്ക് തച്ചു പൊളിക്കല സമയം ഒക്കെ ഭയങ്കര. ഇപ്പൊ കേരളത്തിനകത്ത് ഏറ്റവും തരംഗമായിട്ട് നിൽക്കുന്ന റാപ്പർമാരെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും ടോപ്പിനകത്ത് വരുന്ന ഒരാളാണ് ഡാപ്സി. അപ്പൊ ഡാപ്സിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു റാപ്പറാട്ടോ പുള്ളിക്കാരൻ്റെ ഓരോ പാട്ടുകളും ഒരു പ്രത്യേക ഒരു വൈബാണ് അത് കേൾക്കാൻ തന്നെ. അപ്പൊ പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൗഡ് പുള്ളറാണ്. കാര്യം അത്രത്തോളം ആൾക്കാർ ഫാൻസ് ആയിട്ടുള്ള ഒരു ആളാണ് ഈ ഡാപ്സി എന്ന് പറയുന്നത്. അപ്പൊ പുള്ളിക്കാരൻ കഴിഞ്ഞ ദിവസം നമ്മുടെ പെരിന്തൽമണ്ണേനകത്തൊരു സ്റ്റേജ് പ്രോഗ്രാം, അപ്പൊ ആ സ്റ്റേജ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഈ ഡാപ്സി വന്നേച്ചു. അപ്പൊ ഡാപ്സി അവിടെ വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് നമുക്ക് ഈ പരിപാടി അടിച്ച് പൊളിക്കണ്ടേ എന്നുള്ള രീതിക്ക് പുള്ളിക്കാരൻ പറഞ്ഞു തീർക്കേണ്ട താമസം അവിടുത്തെ ആൾക്കാരൊക്കെ കൂടെ അടിച്ചു പൊളിച്ച്. അപ്പൊ നമുക്ക് ആദ്യം ഡാപ്സി പറഞ്ഞ ആ ഒരു പോർഷൻ ഒന്ന് അത് കേട്ടോ. അപ്പൊ ഈ പെരിന്തൽമണ്ണ നമുക്ക് തച്ചു പൊളിക്കല സമയം ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ ഞാൻ വലിയ നീട്ടണമൊന്നുമില്ല. ലെറ്റ്സ് ഗോ. എവിടെ ഉണ്ട് മുത്ത? ഓക്കെ, അപ്പൊ ഡാപ്സി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പരിപാടി തുടങ്ങി കഴിഞ്ഞ് പിന്നെ അവിടെ സംഭവിച്ചത് എന്താ? തിരക്ക് മൂലം പരിപാടി നിർത്തി. മലപ്പുറത്ത് മ്യൂസിക് ഫെസ്റ്റിവലിനിടെ അടിപൊട്ടി. ഇതാണ് അവിടെ പിന്നെ സംഭവിച്ചത്. അതായത് അടിച്ചു പൊളിക്കാമെന്ന് പറഞ്ഞു, അതേപോലെ തന്നെ അവരൊക്കെ കൂടെ അടിച്ചു പൊളിച്ചു. അപ്പൊ ഇതെന്താ സംഭവം? അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുമ്പ് എന്താണ് ഈ ഒരു വിഷയത്തിനെ പറ്റി ന്യൂസിനകത്ത് വന്നേക്കണേ നമുക്കൊന്ന് കേട്ടോ. മലപ്പുറത്ത് പെരിന്തൽമണ്ണയിൽ മ്യൂസിക് ഫെസ്റ്റിനിടെ സംഘർഷം. എക്സ്പോ ഗ്രൗണ്ടിൽ ഇന്നലെ രാത്രിയാണ് സംഭവം. ടിക്കറ്റ് കൗണ്ടറുകളും ഉപകരണങ്ങളും സ്റ്റേജും ആളുകൾ തകർത്തു. അമിത നിരക്ക് മൂലം പരിപാടി നിർത്തിവെച്ചതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. സമയം ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ ഞാൻ വലിയ നീട്ടണമൊന്നുമില്ല. ലെറ്റ്സ് ഗോ. രുജീഷ് രവീന്ദ്രൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. രുജീഷ്, എന്താണ് സംഭവിച്ചത്? ജി, കഴിഞ്ഞ 3 ദിവസമായി പെരിന്തൽമണ്ണയിൽ ഈ ഫെസ്റ്റിന്റെ ഭാഗമായുള്ള എക്സ്പോ നടക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായുള്ള മ്യൂസിക് ഫെസ്റ്റ് സമാപനത്തിന്റെ ഭാഗമായാണ് ഇന്നലെ രാത്രി തീരുമാനിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലേക്കാൾ കൂടുതൽ ഏകദേശം ഇരട്ടിയോളം ആളുകൾ ഈ എക്സ്പോ ഗ്രൗണ്ടിലേക്ക് എത്തി. പിന്നീട് ഈ മ്യൂസിക് ഫെസ്റ്റിന്റെ സ്ഥലത്തേക്ക് കൂടുതൽ ആളുകളെ കയറ്റാനാകില്ല എന്ന് സംഘാടകർ അറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ ഈ ആളുകൾ അങ്ങനെയെങ്കിൽ റീഫണ്ട് തരണം എന്നാവശ്യപ്പെട്ടു. ഇത് നൽകാനാവില്ല എന്ന് പറഞ്ഞതോടെയാണ് ഈ സംഭവം സംഘർഷത്തിലേക്ക് പോയത്. കാണികളിൽ ചിലർ ഉപകരണങ്ങളൊക്കെ നശിപ്പിച്ചു. ഈ സ്റ്റേജിൽ കയറി സ്റ്റേജിന്റെ ഭാഗമായുള്ള പല മ്യൂസിക് ഉപകരണങ്ങളും മറ്റും ഒക്കെ നശിപ്പിച്ചു. പിന്നീട് പോലീസ് എത്തി ഇവരെല്ലാം ഇവിടെ നിന്ന് മാറ്റുകയായിരുന്നു. സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 20 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ സംഭവം കണ്ടല്ലോ, അതായത് ഇവര് പരിപാടിയൊക്കെ നല്ല രീതിക്ക് തുടങ്ങിയതായിരുന്നു. പക്ഷേ ഇവര് പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആൾക്കാർ അവിടെ എത്തി. കാര്യം ഡാപ്സി എന്ന് പറഞ്ഞ അത്രത്തോളം ആൾക്കാർ ഫേവറേറ്റ് ആയതുകൊണ്ട് പുള്ളിക്കാരൻ വരൂന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഉറപ്പായിട്ടും ആൾക്കാർ വരും. അതേപോലെ തന്നെ വരികയും ചെയ്തു. അപ്പൊ ഈ ഒരു ഓർഗനൈസേഷന്റെ ഭാഗത്തു നിന്നാണ് ഇവിടെ ഏറ്റവും വലിയൊരു പിഴവ് പറ്റിയേക്കണം. കാര്യം അവര് ചിന്തിക്കണമായിരുന്നു. കാര്യം ഇങ്ങനത്തെ ഒരാൾ, ഇത്രയും ക്രൗഡ് പുള്ളറായിട്ടുള്ള ഒരാളെ കൊണ്ടുവരുമ്പോഴത്തേക്കും ഇത്രയും ക്രൗഡ് വരുന്ന അവര് ചിന്തിച്ചില്ല. അവരതിനുള്ള ഒരു സാങ്കേതിക അതൊന്നും അവിടെ റെഡി ആക്കിയിട്ടുണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ക്രൗഡ് എന്ത് പറ്റി? ക്രൗഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി വയലന്റ് ആയിരിക്കും. കാര്യം ഇങ്ങനത്തെ ഒരു ഇപ്പൊ ഭയങ്കര മറ്റേ റാപ്പൊക്കെ കേൾക്കാൻ വേണ്ടി വരുന്ന ഒരു ക്രൗഡ് ആകുമ്പോഴത്തേക്ക് അത് അത്രത്തോളം ഒരു വയലന്റ് ആയിട്ടുള്ള ക്രൗഡ് ആയിരിക്കും. അപ്പൊ ആ ഒരു ക്രൗഡിനെ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടി നിർത്തിയതിന്റെ ഭാഗമായിട്ട് അവർ റീഫണ്ട് ചോദിച്ചു. അതായത് പരിപാടി ക്യാൻസൽ ആയപ്പോഴത്തേക്ക് ഈ ക്രൗഡ് റീഫണ്ട് ചോദിച്ചപ്പോഴത്തേക്ക് ഇവർ റീഫണ്ട് കൊടുക്കൂല എന്നൊരു സംഭവം പറഞ്ഞു. അപ്പൊ അതിനെ തുടർന്നിട്ട് ഈ ക്രൗഡ് അങ്ങ് വയലന്റ് ആയി. പിന്നെ അവിടെ ഉള്ള സംഭവങ്ങൾ ഫുൾ അങ്ങ് അടിച്ച് തകർക്കാൻ തുടങ്ങി ഈ ഒരു ക്രൗഡ്. അപ്പൊ ഈ ഒരു ഇതിനകത്തൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാട്ടെ. ഇവിടെ ഞാൻ സൈഡിനകത്ത് വെക്കുക. അപ്പൊ ആ ഒരു വീഡിയോനകത്ത് അങ്ങേര് കിടന്ന് കാണിച്ചു കൊടുക്കുന്നത്, അതായത് അതിന്റെ മണ്ടയ്ക്ക് കയറിയിട്ട് ആ ഒരു സ്പീക്കറിനകത്ത് ഇട്ട് ഇങ്ങനെ ചവിട്ടി പൊളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതെന്താണ് ഇതൊക്കെ? എന്റെ പൊന്ന്, നിങ്ങൾക്ക് പൈസ തിരിച്ചു കിട്ടിയില്ല, നിങ്ങൾ അതിനനുസരിച്ച് മൂവ് ചെയ്യണം. അല്ലാണ്ട് ഇങ്ങനെയാണ് കിടന്ന് കാണിക്കേണ്ട. പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞ ഒരുമാതിരി തലയ്ക്ക് വെളിവില്ലാത്ത രീതിക്ക് കിടന്ന് കാണിച്ചു കൂട്ടുന്ന കുറെ എണ്ണങ്ങളാണ് അവിടെ ഉണ്ടായത്. അപ്പൊ സ്പീക്കർ ചവിട്ടി പൊളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി താഴെ വീഴുന്നുണ്ട് ഷോക്ക് അടിച്ചിട്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ചാവാണ്ട് പോയത് തന്നെ ഭാഗ്യം. അതായത് സ്വന്തം ജീവനേക്കാളും നിങ്ങൾക്ക് വലുതാണ് ഇങ്ങനെയൊക്കെ കിടന്ന് കാണിച്ചു കൂട്ടാൻ. ഇത്രയും ബോധമില്ലാത്തവരാവല്ലേട്ടാ. അപ്പൊ എനിക്ക് ഇതേപോലെ തന്നെ നമ്മളവിടെ നോക്കണമെങ്കിൽ അവിടെ നല്ല ക്രൗഡായിരുന്നു, നല്ല എക്സ്ട്രീം ക്രൗഡാണ് ആ ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ പോലീസുകാർക്ക് തന്നെ നല്ല രീതിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർ സ്റ്റേജിന്റെ പൊക്കത്തേറി എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊന്നും കേട്ടു. എല്ലാവരും സഹകരിക്കണം. പോലീസ് റിക്വസ്റ്റ് ആണത്. എല്ലാവരും സഹകരിച്ച് കിട്ടാവുന്ന വഴി കൂടെയൊക്കെ പുറത്തു വേണം. പതുക്കെ തിരക്ക് കൂട്ടാതെ എല്ലാവരും പുറത്തു പോകണം. ആരും നിൽക്കണ്ടവിടെ. ഇവിടെ ഇനി പരിപാടി ഉണ്ടാവുന്നല്ല. നിലവിൽ ഓൾറെഡി 3-4 പേര് ഹോസ്പിറ്റലിൽ
ആയിക്കോട്ടെ. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് കൂടുതൽ അപകടം ഒഴിവാക്കാൻ വേണ്ടിയാണ് പോലീസുകളോട് പറയുന്നത്. കിട്ടാവുന്ന വഴിയിൽ കൂടെ എല്ലാവരും പുറത്തു വേണം. ഒരാൾ പോലും ഇവിടെ കൂടി നിൽക്കേണ്ടതില്ല. ഓക്കെ, അപ്പൊ പോലീസിന് വരെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അവസാനം പോലീസ് തന്നെ സ്റ്റേജിന്റെ പൊക്കത്ത് കയറി ഇന്ന് ഇതൊരു കാര്യം. അവിടെ അധികം പോലീസും ഇല്ല. ഇവർ ഇത്രയും ഒരു ക്രൗഡ് വരുമെന്ന് ആരും ഇവർ എക്സ്പെക്ട് ചെയ്തില്ല. അതാണ് ഇവരുടെ ഭാഗത്തുനിന്ന് പറ്റിയ ഏറ്റവും വലിയൊരു തെറ്റ്. ഈ ഓർഗനൈസേഷൻ ആണ് ഇതിന്റെ ഏറ്റവും വലിയ തെറ്റ് പറ്റിയേക്കുന്നത് അവരുടെ ഭാഗത്തു നിന്നാണ്. ഇങ്ങനെ ഒരാളെ വരയ്ക്കുമ്പോഴത്തേക്ക് ഇവർ അതിനനുസരിച്ചിട്ടുള്ള ഇതൊക്കെ അവിടെ റെഡി ആക്കണം. പക്ഷെ അതൊന്നും റെഡിയാക്കാണ്ട് ഇങ്ങനെ ഒരാളെ വിളിച്ചു വരുത്തി ലാസ്റ്റ് ആ പരിപാടി പൂട്ടി പോകുന്ന ഒരവസ്ഥ വരെ അവിടെ വന്ന്. അപ്പൊ ഇത് എന്ത് പരിപാടിയാണ്? പിന്നെ ഇനി ഡാപ്സി പറഞ്ഞ ആ ഒരു പോർഷൻ ഞാൻ ഫുള്ള് ഇവിടെ വയ്ക്കാവേ. ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആയി പറയാനുള്ളതാണ്, വെരി ഇമ്പോർട്ടന്റ്. നിങ്ങളെല്ലാരും നിങ്ങളെ തടി നോക്കിക്കോളി. അത്രയും ക്രൗഡാണ്. ക്രൗഡ് ഇവിടെ നിന്ന് നോക്കി കാണാം. എല്ലാരും തടി നോക്കണം പ്ലീസ്. പരിപാടി നല്ലപോലെ നടത്തണ്ടേ? ഇതൊരു ചരിത്രമാണ്. അപ്പൊ ഈ പെരിന്തൽമണ്ണ നമുക്ക് തച്ചു പൊളിക്കല്ല. ഓക്കെ, അപ്പൊ ഡാപ്സി ഇവിടെ മര്യാദയ്ക്ക് തന്നെ പറഞ്ഞു കൊടുക്കണ്ട. അതായത് നിങ്ങളൊക്കെ നിങ്ങളുടെ തടി നോക്കണേ എന്നൊക്കെ ഉള്ള രീതിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ ആര് കേൾക്കാൻ? ഈ ഒരു വൈബിനകത്ത് നിൽക്കുന്ന ക്രൗഡ് ആയതുകൊണ്ട് ഇതൊരു മാതിരി മോബ് മെന്റാലിറ്റി ഒക്കെ ഉണ്ടല്ലോ ക്രൗഡിന്റെ. മെയിനായിട്ട് ഈ റീഫണ്ട് കിട്ടൂല എന്നും അതേപോലത്തെ ഉള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് ക്രൗഡ് ഒന്നും കൂടെ വൈലന്റ് ആയിട്ട് ലാസ്റ്റ് ഈ പറഞ്ഞ ഡാപ്സിയുടെ ഒക്കെ തന്നെ സാധനങ്ങളൊക്കെ അടിച്ചു പൊളിക്കുന്നത്, അതായത് അവിടുത്തെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളൊക്കെ അടിച്ചു പൊളിക്കുന്നത്. പിന്നെ ഞാൻ കണ്ട ഒരു ഇതാണ്, അതായത് അവിടെ ഉള്ള ഈ പൈസ കിട്ടൂല എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഉള്ള സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടു പോകുന്ന ഒരു ഇത്. അതിന്റെ ഒരു ക്ലിപ്പും കൂടെ നമുക്ക് കണ്ടു. 200 പോയാൽ ഇതുപോലെ ഓരോന്നെടുത്ത് പോവാം. ഓക്കെ, 200 പോയാലും ഇതൊക്കെ എന്താണ് ഇതിൽ നിന്ന് അവർ ഉദ്ദേശിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുള്ളട്ടെ. ഈ നിങ്ങൾക്ക് പൈസ കിട്ടിയില്ല, അതായത് നിങ്ങൾ മുടക്കിയ പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ അവിടെ ഉള്ള സാധനങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോകലാണ് അതിനുള്ള പ്രതിവിധി. എനിക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കണം, ഇത്രയ്ക്കും ബോധമില്ലാത്ത ഈ ഇമാതിരി പരിപാടിയൊന്നും കാണിക്കില്ല കേട്ടോ. എവിടെയും പോയിട്ട് നമ്മുടെ വില കളയുന്ന ആ ഒരു നാടിൻ്റെ തന്നെ വില കളയുന്ന രീതിക്കുള്ള പരിപാടിയാണ് നിങ്ങളൊക്കെ അവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയത്. ശരിയാണ്, നിങ്ങളുടെ ഭാഗത്ത് മറ്റേ അവരുടെ ഭാഗത്താണ് തെറ്റ് പറ്റിയേക്കണത്. നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയിട്ടില്ലെങ്കിൽ അവരുടെ ഭാഗത്താണ് തെറ്റ് പറ്റിയേക്കണം. പക്ഷെ എന്നും പറഞ്ഞിട്ട് ഇമാതിരി തോന്നിവാസം അവിടെ കിടന്ന് കാണിച്ചു കൂട്ടല്ല വേണ്ടത്. അതായത് അവിടെയുള്ള കടയിനകത്തുനിന്നൊക്കെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവുക. അവരൊക്കെ എന്തറിഞ്ഞിട്ടാണ്? അതായത് ഈ ചെറിയ ചെറിയ കടകളൊക്കെ ഇപ്പൊ ഇതേപോലത്തെ ഭയങ്കര തിരക്കൊക്കെ വരുമ്പോഴത്തേക്ക് അവർ ചെറിയ ചെറിയ കടകളൊക്കെ ഇട്ടിട്ടുണ്ടാവും. ആ കടകളിൽ നിന്നൊക്കെ സാധനങ്ങൾ എടുത്തിട്ട് പോകുക, ഓരോന്നൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോവുക, ഒരുമാതിരി കള്ളന്മാരെ പോലെയൊക്കെ ബിഹേവ് ചെയ്യുക. ഇതേപോലെ ഒന്നും ദൈവത്തോർത്ത് ആവാണ്ടിരിക്കുക. അപ്പൊ എനിക്ക് ഇത്രയാണ് അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പറയാൻ തോന്നിയത്. അപ്പൊ എനിക്ക് ഇത്ര തന്നെ ഈ വീഡിയോനകത്ത് പറയാനുള്ളൂ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് ടാറ്റ ബൈ ബൈ, സീ യു.